വേണ്ടി ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഒരു ഹദീസ് എടുത്തു ധരിക്കുന്നു. എന്നാൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയും ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കാലത്ത് ജീവിച്ചിരിപ്പുണ്ട്. ഈ വിഷയത്തിൽ ഒരു എതിരഭിപ്രായം ആയിഷ ബീവിയും പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഫലം യുൻകിർ വാഹിദും മിൻഹും, ഒരാൾ പോലും എതിര് പറഞ്ഞില്ല. ആരാണ്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ. ഇദാ സലക ഉമറു ഫജ്ജൻ യസ്ലുകു ശൈത്വാനു ഫജ്ജൻ ആഖർ. ഉമർ ഒരു വഴിയിലേക്ക് പോയാൽ കേറിയാൽ പിശാച് അടുത്ത വഴിയിലേക്ക് ഓടുമെന്ന് മുഹമ്മദ് നബി. നമ്മൾ എവിടെ പോകണം തിരഞ്ഞെടുക്കണ പണിയാണ് ആർക്ക്? ഈ അരീത് നിയമം പിടിക്കണം, ഞാൻ ഇതിൽ നടക്കണമെന്ന് പറഞ്ഞ പണിയാണ് ഇനി ആർക്ക്? ഷെയ്ത്താന്. ഉമർ ഇബ്നുൽ ഖത്താബ് ഏതെങ്കിലും ഒരു വഴിയെ കയറിയാൽ അടുത്ത വഴി കോടി രക്ഷപ്പെടും. ആര്? ഷെയ്ത്താൻ. ആരോ പറഞ്ഞതല്ല, മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കും, ഞാൻ വിശദീകരിക്കണില്ല, നിങ്ങൾ ആലോചിക്കും. ലോകത്തെ മുസ്ലിം പള്ളികൾ മുഴുവനും രണ്ടാമത്തെ ബാങ്ക് കൊടുക്കുന്നു. ആരാണ് രണ്ടാമത്തെ ബാങ്കിന്റെ ഈ ശൈലിയുടെ അടിസ്ഥാനക്കാരൻ? ലോകം അംഗീകരിക്കുന്ന പരമാർത്ഥമാണ്. സഊദി ഔഖാഫിന്റെ ഫത്വ കാണാം. രണ്ടാമത്തെ ബാങ്ക് അടിസ്ഥാന സുന്നത്താണ്, ഒഴിവാക്കരുത്. ഇന്ന് ജീവിക്കുന്ന സഊദി ഔഖാഫിന്റെ ഫത്വ, സഊദി അറേബ്യയുടെ ഗ്രാൻഡ് മുഫ്തിയായ ഷെയ്ഖ് ഇബ്നു ബാസ് അടക്കമുള്ള ഫത്വ എൻ്റെ കൈവശമുണ്ട്. ജുമാക്കുള്ള രണ്ടാമത്തെ ബാങ്ക്, ജുമാക്കുള്ള രണ്ടാമത്തെ ബാങ്ക് ആരാണ് സംസ്ഥാപിച്ചത്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ മനസ്സിലാക്കണം ആരാണ് ഈ ആള്. ചിന്തിക്കണം. നമ്മളെ തൽക്കാലം ഞാനത് കണ്ടിട്ടില്ല, ഞാൻ കാണാത്തൊക്കെ ഇല്ലാത്തതാ. ഞാൻ പറയാം അമേരിക്ക ഇല്ല, എന്താ തെളിവ്? ഞാൻ കണ്ടിട്ടില്ല. തെളിവ് ഞാൻ പറയാം ലണ്ടൻ ഇല്ല, ഫ്രാങ്ക്ഫർട്ട് ഇല്ല, ലക്സംബർഗ് ഇല്ല, ടിയാനൻമെൻ സ്ക്വയർ ഇല്ല, ഹൈത്തി ഇല്ല, ബ്രസീൽ ഇല്ല, അർജന്റീന ഇല്ല. എന്താ തെളിവ്? ഞാൻ കണ്ടിട്ടില്ല. തെളിവ് ഞാൻ കാണണമെങ്കിൽ ഞാൻ പരിശോധിക്കണം. ഞാൻ കണ്ടില്ല എന്നുള്ളത് എങ്ങനെ തെളിവാകും? പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇന്ന് നമ്മളെ പല ആളുകളുടെയും, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല, സാഹോദര്യത്തോടു കൂടെ പറയുകയാണ്, ഈ അനാവശ്യമായ വാക്ക് തർക്കങ്ങളിൽ നിന്ന് മുസ്ലിം ഉമ്മത്ത് ആവശ്യപരമായ ആരോഗ്യകരമായ ശൈലിയിലേക്ക് മടങ്ങിപ്പോകൽ അത്യാവശ്യമായ ഒരു ഘട്ടത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ഒരുത്തനൊരു എതിരഭിപ്രായം ഉണ്ടെങ്കിൽ ആ എതിരഭിപ്രായം കൊണ്ട് അവന് ജീവിച്ചാൽ പോലെ, എന്തിന് ഈ ഉമ്മത്തിൽ കുഴപ്പമുണ്ടാക്കണം? ഈ അൽ ഫിത്നതു അശദ്ദു മിനൽ ഖത്ലി, കൊലയേക്കാൾ അപകടകരമാണ് ഫിത്ന എന്ന് വിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. വളരെ ഗൗരവമായി, വളരെ പരിശുദ്ധമായ ഈ അടിസ്ഥാനം നമ്മൾ ചിന്തിക്കണം. ബഹുമാനപ്പെട്ട ദുന്നൂറൈൻ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ആരാ റഅയ്തു ഫീ ബാബിൽ ജന്നതി മക്തൂബൻ ബിഇസ്മി ഉസ്മാൻ. ഉസ്മാന്റെ പേരെഴുതി വെച്ചതായ കവാടം സ്വർഗത്തിൽ ഞാൻ കണ്ടിട്ടുണ്ടെന്ന് മുഹമ്മദ് നബി. ഞാൻ കണ്ടിട്ടുണ്ട് മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബ റസൂലുള്ളാന്റെ 2 കുട്ടികളെ കല്യാണം കഴിച്ചതുകൊണ്ടാണ് ദുന്നൂറൈൻ, 2 പ്രകാശം ലഭിച്ച ആൾ എന്നാണ് അതിൻ്റെ പേര്. ഒരു കുട്ടി വഫാത്തായി, അപ്പോൾ അടുത്ത കുട്ടിയെ റസൂലുള്ളാഹി കെട്ടിച്ചു കൊടുത്തു, അതും വഫാത്തായി. അദ്ദേഹത്തിന് കല്യാണം കഴിക്കണം, ഭാര്യ മരിച്ചു, അന്വേഷിച്ച് നടന്നു. അപ്പോൾ മുനാഫിഖീങ്ങൾ പറഞ്ഞുണ്ടാക്കി, ആരും ഉസ്മാന് പെണ്ണ് കൊടുക്കരുത്, ഉസ്മാൻ കുടുങ്ങിയിട്ടുണ്ട്, ഉസ്മാന് പെണ്ണ് കൊടുത്താൽ അവലക്ഷണമുള്ള ആളാണ് ലഅനത്തുല്ലാഹി അലൈഹിം. അവർ പറഞ്ഞുണ്ടാക്കി, കള്ളന്മാർ പറഞ്ഞുണ്ടാക്കി. ഹബീബ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പറഞ്ഞുണ്ടാക്കി, ആരും ഉസ്മാന് പെണ്ണ് കൊടുക്കരുത്, ഉസ്മാന് കെട്ടുന്ന പെണ്ണൊക്കെ മരിച്ചു പോകുക, റസൂൽ തന്നെ കുടുങ്ങിയിട്ടുണ്ട്. ഉസ്മാനെ കുടുങ്ങി റളിയല്ലാഹു അൻഹു, പെണ്ണ് കിട്ടുന്നില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി പള്ളിയിലെ ആളുകൾ ഒരുമിച്ചുകൂടി. ആ പള്ളിയിൽ ഒരുമിച്ചുകൂടിയ ആളുകളോട് റസൂലുള്ളാഹി പറഞ്ഞു, മനുഷ്യന്മാരെ, ആരാണ് ഈ ഉസ്മാനാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ലൗ കാന ലി 40 ബനാതിൻ ലസവ്വജതുഹുന്ന ഉസ്മാന വാഹിദതൻ ബഅദ വാഹിദ. എനിക്ക് 40 പെൺകുട്ടികൾ ഉണ്ടായിരുന്നുവെങ്കിൽ ആ 40 പെൺകുട്ടികളെയും ഞാൻ കെട്ടിച്ചു കൊടുത്തിരുന്നത് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉസ്മാൻ. നിങ്ങൾ ചിന്തിക്കണം, ഞാൻ വിശദീകരിക്കുന്നില്ല. ഇന്നുള്ള ഈ തർക്കങ്ങളൊക്കെ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ, അനാവശ്യമായ അഭിപ്രായ വ്യത്യാസങ്ങളും ഉപേക്ഷിക്കാവുന്നതുമാണ്. റമളാനിൽ വരെ മുസ്ലിമീങ്ങൾ തർക്കമുണ്ടാക്കി. ആരോ എവിടെയോ പോയപ്പോൾ ഒരു പെണ്ണുങ്ങൾ ജുമാഅക്ക് നിസ്കരിച്ചത്രേ. നിങ്ങൾ ചിന്തിക്കും, ആരോ അങ്ങനെ ഇതിൻ്റെ തല്ല് പ്രശ്നം എന്തൊക്കെ റമളാൻ മാസം. അള്ളാഹുവിൻ്റെ ഖുർആനിൽ സ്ത്രീ ജുമാഅക്കോ ജമാഅത്തിനോ വരണം എന്ന് പറയുന്ന ഒരായത്ത് ചൂണ്ടിക്കാണിക്കുക സാധ്യമല്ല, 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 സാധ്യമല്ല. ഒട്ടകത്തിൻ്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കടന്നാലും സാധ്യമല്ല, നടക്കില്ല.
ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിന്റെ ഉള്ളിലൂടെ കയറിയാലും ഇന്നാലിന്നായത്തിൽ പെണ്ണുങ്ങളോട് ജുമാഅക്കും ജമാഅത്തിനും പോകാൻ കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഒരു ഉദ്ധരണി അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് കൊണ്ടുവരുവാൻ കേരളത്തിലെ എല്ലാവിധ വിഭാഗം ജനങ്ങളോടും വളരെ വിനയത്തോടെ ഞാൻ അപേക്ഷിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഇന്നാലിന്നായത്ത് നമുക്ക് തോന്നിയത് പറഞ്ഞാൽ പോരാ. അള്ളാഹുവിൻ്റെ ഖുർആനിലെ ഇന്നാലിന്ന ഒരു ആയത്തിൽ പെണ്ണ് ജുമാഅക്ക് പോകാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്ന ഒരായത്ത് ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കടന്നാലും അത് സാധ്യമല്ല, നടക്കാത്ത കാര്യമാണ്. ഒട്ടകത്തിന്റെ തല, ഒന്നുകൂടി ഞാൻ പറയാണ്, ഒട്ടകത്തിന്റെ തല ഒട്ടകത്തിന്റെ തല സൂചിയുടെ ദ്വാരത്തിൽ കടന്നാലും പെണ്ണ് ജുമാഅക്ക് ജമാഅത്തിന് പങ്കെടുക്കണം, പള്ളിയിലെ പൊതു ജമാഅത്തുകൾക്ക് പെണ്ണ് പള്ളി പങ്കെടുക്കണം എന്നുള്ള ഒരു ഉദ്ധരണി അള്ളാഹുവിൻ്റെ ഖുർആനിൽ നിന്ന് കൊണ്ടുവരാൻ ആർക്കും സാധ്യമല്ല. ഉണ്ടെങ്കിൽ കൊണ്ടുവരൂ, അത് പുനഃപരിശോധിക്കാവുന്നതാണ്, അത് പരിശോധിക്കാവുന്നതാണ്. സത്യത്തിന്റെ ഭാഗത്ത് നമ്മൾ നിൽക്കും. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ തരട്ടെ. അപ്പോൾ പറയാ അയ്യുഹല്ലദീന ആമനു إذا نودي للصلاة من يوم الجمعة فسعوا إلى ذكر الله يا أيها الذين آمنوا എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പെടില്ലേ? സപ്പോസ് പെടുന്നു എടുക്ക പെണ്ണ് പെടും എന്നാലോ എന്താർത്ഥം നസലത്തിൽ ഈജാബിൽ ജുമുഅ, ഈ ആയത്തിൽ നസലത്തിൽ ഈജാബിൽ ജുമുഅ, ജുമുഅ വാജിബാണ് എന്നതിന് ഇറങ്ങിയ ആയത്താ. അപ്പം എന്താ അർത്ഥം? പെണ്ണുങ്ങൾക്ക് ജുമുഅ വാജിബാണ്. ഒരായത്ത് ഒരാൾക്ക് വാജിബും മറ്റാൾക്ക് സുന്നത്തും ആവില്ല. എനിക്ക് വാജിബ്, മൊയ്മുട്ടിയാൾക്ക് സുന്നത്ത്, അങ്ങനെ ഉണ്ടാവില്ല. ആട്ടിനെ പട്ടിയാക്കിയിട്ട് കാര്യമില്ല. ആണുങ്ങളുണ്ടെങ്കിൽ കോഴിക്കോട്ട് ആണുങ്ങളുണ്ട്, വളരെ വിനയത്തോടു കൂടി പറയാം. കോഴിക്കോട് ആണുങ്ങളുണ്ടെങ്കിൽ മറുപടി പറയട്ടെ. കോഴിക്കോട്ട് ആണുങ്ങളുണ്ടെങ്കിൽ പറയട്ടെ. ഈ ആയത്തിന് ആണുണ്ടെങ്കിൽ മറുപടി പറയും. ഈ ആയത്തിന് ഉമ്മാൻ്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് ജനിച്ച ആൺകുട്ടി ഉണ്ടെങ്കിൽ വരി മറുപടി പറയും. ഈ ആയത്തിന് ഒരാണുണ്ടെങ്കിൽ പറയും വലോ വഹ്ദി. ഈ ആയത്തിൽ പെണ്ണുങ്ങൾ പെടും എന്ന് വാദിക്കുന്നവർ ആട്ടിനെ പട്ടിയാക്കുകയാണ്, വഞ്ചിക്കുകയാണ്. ആണുങ്ങളുണ്ടെങ്കിൽ പറയും, ആണുണ്ടെങ്കിൽ വരും. വിശദീകരിക്കുന്നില്ല, ആവേശം കൂടാനില്ല, പക്ഷേ സത്യമാണത്. നസലത്തിൽ ഈജാബിൽ ജുമുഅ വാജിബാണ് എന്നതിനാണ് ഈ ആയത്തിറങ്ങിയത്. അപ്പോൾ പിന്നെ പെണ്ണുങ്ങൾക്ക് ജുമുഅ വാജിബാകേണ്ടി വരും. ഹബീബായ റസൂലുള്ളാഹി പറഞ്ഞു, അൽ ജുമുഅത്തു ഹഖ്ഖുൻ വാജിബുൻ അലാ ഇല്ലാ അലാ അർബഅത്തിൻ ഇംറഅത്തിൻ എന്ന ഹബീബായ മുഹമ്മദ് നബി മുസ്തഫായ നബി തന്നെ പറഞ്ഞിട്ടുമുണ്ട്. മുസ്തഫായ നബി ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. വാജിബില്ലാത്ത കൂട്ടത്തിൽ ഹബീബ് എണ്ണിയത് ആദ്യം ഇംറഅ. നിങ്ങൾ ചിന്തിക്കണം സഹോദരന്മാരെ, ഒന്നും ഉണ്ടായിട്ടല്ല. എൻ്റെ വാക്കിൻ്റെ ശൈലി കടന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. സത്യത്തോട് താദാത്മ്യം കൊണ്ടപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ്. പക്ഷെ ആളുകൾ ആട്ടിനെ പട്ടിയാക്കുകയാണ്. പ്രിയപ്പെട്ട മുസ്ലിം സമുദായമേ, അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീറുകൾ, വിശുദ്ധ ഖുർആൻ പള്ളിയെപ്പറ്റി പറഞ്ഞിടത്തൊക്കെ ആണുങ്ങൾ ഫീ ബുയൂത്തിൻ അദിനല്ലാഹു അൻ തുറഫ വയുദ്കറ ഫീഹാ ഇസ്മു യുസബ്ബിഹു ലഹു ഫീഹാ ബിൽ ഗുദുവി വൽ ആസ്വാലി റിജാൽ. ഈ ആയത്തിന് ഒരു ഡസൻ തഫ്സീറെങ്കിലും ഞാനിവിടെ വായിക്കാം, സമയമില്ലാത്തതുകൊണ്ട് നിർത്തുകയാണ്. അവിടെയൊക്കെ കാണുന്നു ഖുസ്സു ബിദ്ദിക്രി ലിഅന്ന നിസാഅ ലൈസ ലഹുന്ന ഹുദൂറുൽ ജുമുഅത്തി വൽ ജമാഅ.